പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. പേജ് നമ്പർ 5-ലുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Copy the pictorial representation of the number sequences in table 2 in your notebook and draw the next picture for each sequence. അപ്പോൾ ഈ ഒരു ടേബിൾ നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. കൗണ്ടിങ് നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ട്രയാങ്കുലർ നമ്പേഴ്സ്, ഇതിൻ്റെയൊക്കെ പാറ്റേൺ നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ അടുത്ത പാറ്റേൺ നമ്മൾ വരയ്ക്കണം. ഈ ടേബിളിൽ നമുക്ക് തന്നിട്ടുള്ളതിൻ്റെ അടുത്തതിൻ്റെ പാറ്റേൺ നമ്മളിവിടെ ഡ്രോ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് നിങ്ങൾ ഡ്രോ ചെയ്യണം. എന്നിട്ട് അടുത്ത പാറ്റേണും കൂടെ വരയ്ക്കണം. അപ്പോൾ ഇവിടെ ആദ്യത്തേത് ഫുൾ വൺസ് ആണ്. അപ്പം ഇവിടെ എന്ത് തന്നെ വരും? 1 തന്നെ വരും. ഇനി അടുത്തത് കൗണ്ടിങ് നമ്പേഴ്സിൽ 1 2 3 4 5 വരെയുണ്ട്. അടുത്തത് അപ്പോൾ എന്തായിരിക്കും? 6 ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? 6 ഡോട്ട്സ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, 1 2 3 4 5 6. അപ്പോൾ നമ്മൾ 6 ഡോട്ട്സ് ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് ഓഡ് നമ്പേഴ്സാണ്. 1 3 5 7 9. അപ്പോൾ അടുത്ത എന്തായിരിക്കും? ഓരോന്നിൻ്റെയും കൂടെ 2 ആഡ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഓഡ് നമ്പേഴ്സ് കിട്ടുന്നത് അല്ലേ. 7ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ 9 കിട്ടി. 9ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 11 കിട്ടും. അപ്പോൾ നമ്മളിവിടെ 11 ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. 1 2 3 4 5 6 7 8 9 10 11. ഇനി അടുത്തത് ഈവൻ നമ്പേഴ്സാണ്. 2 4 6 8 10. ഇവിടെ നമ്മൾ പ്രീവിയസ് നമ്പറിൻ്റെ കൂടെ 2 ആഡ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അടുത്ത നമ്പർ കിട്ടുന്നത്. 2ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ 4 കിട്ടി. 4ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ 6 കിട്ടി. 6ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ 8 കിട്ടി. 8ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ 10 കിട്ടി. ഇനി 10ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 12 കിട്ടും. അപ്പോൾ 1 2 3 4 5 6 7 8 9 9 10 11 12. ഇനി അടുത്തത് ട്രയാങ്കുലർ നമ്പേഴ്സ്. അപ്പോൾ ട്രയാങ്കുലർ നമ്പേഴ്സിൽ എന്തൊക്കെയാണ്? 1 3 6 10 15 ഇങ്ങനെയാണല്ലേ. 3 കിട്ടിയത് 1 + 2 ചെയ്തപ്പോഴാണ്. 6 കിട്ടിയത് 1 + 2 + 3. 10 കിട്ടിയത് 1 + 2 + 3 + 4. 15 കിട്ടിയത് 1 + 2 + 3 + 4 + 5. അപ്പോൾ നിങ്ങൾ ഞാനിടുന്ന വീഡിയോസ് കണ്ടിന്യൂസ് കണ്ടാലേ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഈ ട്രയാങ്കുലർ നമ്പേഴ്സ് കിട്ടുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അത് കണ്ടിട്ടുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എളുപ്പമെന്ന് മനസ്സിലാകും. അതുകൊണ്ട് നിങ്ങൾ അത് കണ്ടതിന് ശേഷം ഓരോ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുപോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ 15 കിട്ടി. 15 കിട്ടിയത് എങ്ങനെയായിരുന്നു? 1 + 2 + 3 + 4 + 5 ചെയ്തപ്പോഴായിരുന്നു. അപ്പോൾ ഇനി അടുത്തത് കിട്ടണമെങ്കിൽ 1 + 2 + 3 + 4 + 5 + 6 ചെയ്യണം അല്ലേ. അപ്പോൾ എങ്ങനെ ചെയ്യാം? 1 2 3 1 2 3 4 1 2 3 4 5. ഇനി 1 2 3 4 5 6. അപ്പോൾ എത്ര ആവും? 1 2 3 4 5 വരെ ചെയ്തപ്പോൾ നമുക്ക് 15 ആയിരുന്നു. ഇനി 15 + 6 ദാറ്റ് ഈസ് 21. അപ്പോൾ അടുത്ത നമ്പർ നമുക്ക് 21 കിട്ടി. ഇത് 21. ഇതെത്രയായിരുന്നു? 10 + 2 12. ഇവിടെ 9 + 2 11. ഇവിടെ 6. ഇത് 1. ഇനി അടുത്തത് സ്ക്വയേഴ്സ്. 1 4 9 16 25 ഇങ്ങനെയാണല്ലേ. അപ്പോൾ 2 × 2 ആണ് 4. 3 × 3 9. 4 × 4 16. 5 × 5 25. അപ്പോൾ അടുത്തത് കിട്ടണമെങ്കിൽ 6 × 6 ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ 6 ഡോട്ട് 6 ടൈംസ് നമ്മൾ വരയ്ക്കണം അല്ലേ. അപ്പോൾ എങ്ങനെ വരയ്ക്കാം? 1 2 3 4 5 6 1 ടൈമായി. 1 2 3 4 5 6 2 ടൈമായി. 1 2 3 4 5 6 3 ടൈമായി. 1 2 3 4 5 6 4 ടൈം. 1 2 3 4 5 6 എത്രയായി? 5 ടൈം. 1 2 3 4 5 6 6 ടൈം. അപ്പോൾ 6 × 6 ഇവിടെ എന്താ വരും? 6 6 are 36. ഇത് 36.
ഇത് 2 ഇൻറ്റു 2 ചെയ്യുമ്പോഴാണ് 4, 3 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 9, 4 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 16. അതായത് 4.4 ടൈംസ്. ഇവിടെ 5 ഇൻറ്റു 5, അതായത് 5.5 ടൈംസ്. ഇവിടെ 6 ഇൻറ്റു 6 36, അതായത് 6.6 ടൈംസ് ഇടണം. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ക്യൂബ്സ്. അപ്പോൾ അതാ ഇവിടെ 1ന് 1 ക്യൂബ്, അതായത് ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എല്ലാം ഒരേപോലെ വരുന്നതാണ് ഈ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലത്തെ നമ്മൾ ക്യൂബ് വരയ്ക്കുന്നത് ഇതാ ഇങ്ങനെയാണ് ക്യൂബ് വരയ്ക്കുന്നത് കേട്ടോ. ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എല്ലാം ഒരേപോലെ ആയിരിക്കും. മനസ്സിലായല്ലോ? ഇത് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഇങ്ങനെ കേട്ടല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയേ, 8 എന്ന് പറയുന്നത് എന്താണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ്. അതായത് ലെങ്തിൽ 2, പിന്നെന്താണ് ഹൈറ്റിൽ 2, ഇവിടെ ഹൈറ്റിൽ 2, പിന്നെന്താണ് ഇവിടെ 2. അപ്പോൾ മൊത്തം 8 വരും കേട്ടോ. 27 എന്ന് പറയുന്നത് 3 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ്. അപ്പോൾ 1, 2, 3, ഇവിടെ 3 വന്നു. ലെങ്ത്. ഇനി അടുത്തത് ബ്രെഡ്ത്ത്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. 1, 2, 3. അടുത്തത് ഹൈറ്റ്. 1, 2, 3. അപ്പോൾ 64 എന്ന് പറയുന്നത് 4 ഇൻറ്റു 4 ഇൻറ്റു 4. 125 എന്ന് പറയുന്നത് 5 ഇൻറ്റു 5 ഇൻറ്റു 5. അടുത്തത് 6 ഇൻറ്റു 6 ഇൻറ്റു 6 ആണ് വരേണ്ടത്. അപ്പോൾ 6 ഇൻറ്റു 6 ഇൻറ്റു 6 വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ചെയ്തപ്പോൾ 1, 2, 3, 4, 5. ഇവിടെ 5, താഴേക്കും 1, 2, 3, 4, 5. ഇവിടേക്കും 1, 2, 3, 4, 5 ഇങ്ങനെ വരണം. അപ്പോൾ നമ്മൾ അടുത്തത് വരയ്ക്കുമ്പോൾ 6 ഇൻറ്റു 6 ചെയ്യുമ്പോൾ 6, 6, 6 ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ ഞാൻ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ ഇങ്ങോട്ട് മാറ്റി വരച്ച് കാണിക്കാം. അപ്പോൾ നമ്മൾ 6 ഇൻറ്റു 6 ഇൻറ്റു 6 വെച്ചുള്ള ക്യൂബ് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ പെൻസിലും സ്കെയിലും ഒക്കെ ഉപയോഗിച്ചിട്ട് മെഷർമെൻറ്റുകൾ കറക്റ്റായിട്ട് എടുത്ത് വരയ്ക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒരു റഫായിട്ടുള്ളതാണ് വരച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു സ്ക്വയർ വരച്ചു. ഇനി നിങ്ങൾ സ്കെയിലും പെൻസിലൊക്കെ ഉപയോഗിച്ച് വൃത്തിയായിട്ട് നീറ്റായിട്ട് വരയ്ക്കുക കേട്ടോ. ഇങ്ങനെ വരയ്ക്കുന്നു. ഇനി നമ്മൾ ഇതിനെ ലെങ്തും ഇതും എല്ലാം 6 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6. അപ്പോൾ 6 ഇൻറ്റു 6 ഇൻറ്റു 6 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ മുകളിലും 1, 2, 3, 4. അപ്പോൾ കറക്റ്റായിട്ട് വരുന്നില്ല, അപ്പോൾ ഒന്നുകൂടെ മാറ്റി കൊടുക്കുക കേട്ടോ. 1, 2, 3, 4, 5, 6. ഇനി നമുക്ക് വരയ്ക്കാം. 1, 2, 3, 4, 6 എണ്ണം ഉണ്ടോ എന്ന് നോക്കിയാൽ 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട് കണ്ടോ. അപ്പോൾ കറക്റ്റ് 6 എണ്ണമായിട്ട് വരയ്ക്കുക കേട്ടോ. ഇനി അടുത്തത് തിരിച്ചിങ്ങോട്ടും 6 എണ്ണം വേണം. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റുകൾ എടുത്ത് വരയ്ക്കുക കേട്ടോ. ഇങ്ങനെ അതായത് 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ എടുത്തിട്ട് വരയ്ക്കുക. ഇങ്ങോട്ടുള്ളതും മുകളിലുള്ളതും എല്ലാം കറക്റ്റ് 1 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് നിങ്ങൾ വരയ്ക്കുക കേട്ടോ. അതായത് നിങ്ങൾക്ക് 6 വേണമെങ്കിൽ 6 സെൻറ്റിമീറ്റർ ലെങ്ത് വെച്ചെടുക്കുക. എന്നിട്ട് അതിനെ 1, 1, 1, 1 ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് വരയ്ക്കുക കേട്ടോ.